തമിഴ്നാടിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ക്ഷണം ലഭിച്ചെന്ന കെ.വി. തോമസ് മീഡിയ വണ്ണിനോട് വിജയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം തീരുമാനമെടുക്കും. ഡൽഹിയിലെ ചില വ്യാപാരി സുഹൃത്തുക്കളാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും കെ.വി. തോമസ് പറഞ്ഞു. LDF പദ്ധതികൾ UDF പിൻവലിക്കുന്നത് ശരിയാണോ എന്ന് അവർ തന്നെ ആലോചിക്കണമെന്നും കെ.വി. തോമസ് പറഞ്ഞു. സതീശൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ തമിഴ്നാട്ടിൽ കുറേയധികം ബിസിനസ്സുകാരും മറ്റ് സാമൂഹിക ബിഷപ്പുമാരൊക്കെ വന്നിരുന്നു. അവരെപ്പോഴും പറഞ്ഞു മാഷ് ദൂരം കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ ആളല്ലേ, വലിയ പരിചയമൊന്നും പോരെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെപ്പോഴുള്ള ആളൊന്ന് സഹായിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറയും പ്രപ്പോസലിന് ആലോചിക്കാം. അല്ലാതെ ഇപ്പോൾ അവർ വിജയി പറഞ്ഞിട്ട് വന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതേ അറിഞ്ഞിട്ട് പോലും കാണത്തില്ല. LDF കൊണ്ടുവന്നു എന്നതിൻ്റെ വലിയ UDF റദ്ദ് ചെയ്യുന്നത് ശരിയാണെന്ന് അവർ തന്നെ ആലോചിക്കണം. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തൗഫീഖ്, LDF സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്നു, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിരുന്നു കെ.വി. തോമസ്. ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ നിന്ന് മാറിയതോടുകൂടി, കേരളത്തിൽ ഭരണമാറ്റം വന്നതോടുകൂടി കെ.വി. തോമസിന് ഇനി ആ ഒരു സ്ഥാനത്തിന് പ്രസക്തിയില്ല. ശേഷം എന്തായിരിക്കും? കെ.വി. തോമസ് അവിടെ തുടരണമോ എന്ന് വേണമെങ്കിൽ UDF സർക്കാരിന് തീരുമാനിക്കാം. ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ UDF സർക്കാർ കടന്നിട്ടില്ല. കെ.വി. തോമസിന്റെ ഇനിയുള്ള ഒരു തുടർ നിലപാട് എന്താണ്? അദ്ദേഹം ഏത് സ്റ്റെപ്പാണ് മുന്നോട്ട് വയ്ക്കുന്നത്? തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? ആരാണ് കെ.വി. തോമസിനെ സമീപിച്ചത് എന്നാണ് കെ.വി. തോമസ് പറയുന്നത്? വിനിഷ, തെരഞ്ഞെടുപ്പിന് ശേഷം UDF സർക്കാർ വിജയിച്ചതിന് പിന്നാലെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ.വി. തോമസ് ഇവിടുത്തെ സേവനം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് പിന്നാലെ തന്നെ. അതിന് പിന്നാലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾപ്പെടെ കെ.വി. തോമസ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് തമിഴ്നാട്ടിലെ ചില വ്യവസായികൾ തന്നെ ആ സമയത്ത് കാണുകയും ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ആ വിഷയത്തിൽ വിജയുടെ തീരുമാനമായിരിക്കും അതിൽ പ്രധാനമായിരിക്കുക. അത്തരമൊരു ഔദ്യോഗികമായിട്ട് തനിക്ക് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി കെ.വി. തോമസ് ഇന്ന് രാവിലെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചില ആളുകൾ തന്നോട് അക്കാര്യം സംസാരിച്ചിരുന്നു. അതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കെ.വി. തോമസ് ഉള്ളത്. നിലവിൽ അത്തരമൊരു ചുമതല ഏറ്റെടുക്കില്ല എന്ന് കെ.വി. തോമസ് അവരെ അറിയിച്ചിട്ടില്ല. പകരം അത്തരമൊരു ചുമതല തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യുമെന്നാണ് കെ.വി. തോമസിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചത്. ഈ സതീശന്റെ സത്യപ്രതിജ്ഞാ വേദിയിലായിരുന്നു അത്തരമൊരു ആവശ്യം കെ.വി. തോമസിന് മുന്നിൽ എത്തുകയും ചെയ്തത്. അതിൽ അദ്ദേഹം തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിപ്പോൾ വിജയ് ഉൾപ്പെടെ അതിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഇത്തരമൊരു പോസ്റ്റിലേക്ക്, അത്തരമൊരു പദവിയിലേക്ക് കെ.വി. തോമസ് മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അതോടൊപ്പം തന്നെ നിലവിൽ കെ.വി. തോമസ് ഇപ്പോഴും കേരള ഹൗസിൽ തന്നെയാണ് ഉള്ളത്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF കെ.വി. തോമസിനെ ആ പദവിയിൽ തന്നെ കേരളത്തിൽ പ്രത്യേക പ്രതിനിധിയായിട്ട് തുടരാനായിട്ടൊരു അനുവാദം നൽകുകയാണെങ്കിൽ അതിലൊരു ആലോചിച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് കെ.വി. തോമസ് അറിയിച്ചിരിക്കുന്നത്. ഇനി ആ പദവി ഏറ്റെടുക്കില്ല സാധ്യത എത്രത്തോളമാണ് തൗഫീഖ്? കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കെ.വി. തോമസിന്റെ ഓണറേറിയത്തിൽ, ക്ഷാമബത്തയിലൊക്കെ അത് 11 ലക്ഷമായി ഉയർത്തിയതിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം അന്നത്തെ പ്രതിപക്ഷം, അതായത് ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായതാണ്. അപ്പോൾ അതുമാത്രമല്ല, നിലവിൽ കോൺഗ്രസിന് ഇപ്പോൾ കെ.വി. തോമസ് വഹിക്കുന്ന പദവിയിലേക്ക്, അതായത് പ്രത്യേക പ്രതിനിധി എന്ന പദവിയിലേക്ക് പലരും കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കെ.വി. തോമസിനെ കേരള സർക്കാർ, UDF സർക്കാർ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാക്കി വെക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടില്ല. കെ.വി. തോമസിനെ തന്നെ ആ പദവിയിൽ തുടരട്ടെ എന്നുള്ളൊരു ചർച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റു ചില പേരുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു. PJ കുര്യന്റെ ഉൾപ്പെടെ പേരുകളായിരുന്നു കേട്ടിരുന്നത്. എന്നാൽ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ ഇതുവരെയും എത്തിയിട്ടില്ല. കെ.വി. തോമസ് എന്തായാലും സർക്കാർ വൃത്തങ്ങളുമായിട്ട് അത്തരം ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പദവിയിൽ തന്നെ തുടരണം എന്നുള്ളൊരാഗ്രഹം കെ.വി. തോമസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കെ.വി. തോമസിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതിനിപ്പോൾ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും അത്തരമൊരു പദവി അല്ലെങ്കിൽ അത്തരമൊരു ഓഫർ കെ.വി. തോമസിന് വരികയാണെങ്കിൽ അദ്ദേഹം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ അതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും വിജയ് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ, അവിടുത്തെ വ്യവസായികൾ ഉൾപ്പെടെ വിജയുമായി സംസാരിച്ച് അത്തരമൊരു കാര്യം അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു പദവി കെ.വി. തോമസിനെ തേടിയെത്തും. അല്ലെങ്കിൽ ഇവിടുത്തെ ആ പദവി തുടരാനുള്ളൊരു തീരുമാനത്തിലേക്ക് കേരള സംസ്ഥാന സർക്കാർ എത്തേണ്ടതുണ്ട്. നിലവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൽ ചർച്ചകൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആ പദവി സംസ്ഥാന സർക്കാർ തുടരുമോ അല്ലെങ്കിൽ ആ പദവി എടുത്ത് മാറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടി ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകളുടെ പേരുകൾ ഇതിനോടകം തന്നെ കെ.വി. തോമസിന് പകരമായിട്ട് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ കേൾക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ കൂടുതൽ വേഗത്തിലാക്കാനും കൂടുതൽ ചർച്ചകൾക്കുമൊക്കെ ആയിട്ടാണ് അത്തരമൊരു പദവി ഡൽഹിയിൽ ഉണ്ടാക്കുകയും കെ.വി. തോമസിന് അവിടെ LDF സർക്കാർ നിയോഗിക്കുകയും എല്ലാം ചെയ്തത്. അതിന് പിന്നാലെ
അവിടെ കനത്ത പരാജയത്തിന് ശേഷമാണ് ഈ ഒരു പദവിയിൽ നിന്നും കെ വി തോമസ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കെ വി തോമസ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയും പിന്നീട് കേരളത്തിലേക്ക് മടങ്ങുകയുമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ UDF സർക്കാരിന്റെ തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും. UDF സർക്കാർ അത്ര ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത, അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ സമ്പത്ത് പ്രത്യേക പ്രതിനിധിയായി LDF സർക്കാരിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിലുള്ള സമയത്തും കെ വി തോമസ് ഉണ്ടായിരുന്ന സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഒന്നാമത് അവരുടെ അലവൻസിന് ഓണറേറിയത്തെ അലവൻസിനെ സംബന്ധിച്ചുമൊക്കെയായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനം. സ്പെഷ്യൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയി ഡൽഹിയിൽ എന്തായാലും ഒരു പ്രതിനിധി ഉണ്ടാകും. അതിന് പുറമെ ഇത്തൊരു പ്രത്യേക പ്രതിനിധിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഉയർത്തിയവർ തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം. അപ്പോൾ ആ രീതിയിൽ ഒരാളെ അവിടെ ഉൾക്കൊള്ളിക്കാൻ UDF സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുമോ? നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് കെ വി തോമസിന് ലഭിച്ച ഓഫർ അത് ഒഫീഷ്യൽ അല്ല, അല്ലേ? അത് ഒഫീഷ്യലായിട്ട് ലഭിച്ച ഒരു ഓഫറല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ തമിഴ്നാട്ടിലെ ചില വ്യാപാരികൾ ഉൾപ്പെടെ ആ ചടങ്ങിനെത്തിയിരുന്നു. ആ മലയാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരാണ് ഇത്തരം ഒരു ആവശ്യം കെ വി തോമസിനോട് പറഞ്ഞത്. സാർ ഇവിടെ ഡൽഹിയിൽ തുടരണം, തമിഴ്നാടിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ തുടരണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അതിനോട് കെ വി തോമസ് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയത്. എന്നാൽ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് തമിഴ്നാട് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഭാഗത്തുകൊണ്ട് അത്തരമൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിൽ ചർച്ചകളിലൂടെ ആയിരിക്കും അത്തരമൊരു തീരുമാനം ഉണ്ടാവുക. ഈ കെ വി തോമസിനോട് ഇക്കാര്യം സംസാരിച്ച വ്യവസായികൾ അവർ ഇനിയിപ്പോൾ ഈ കാര്യം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഔദ്യോഗികമായിട്ട് തമിഴ്നാട് സർക്കാർ കെ വി തോമസിനെ ബന്ധപ്പെടുകയോ ആ ഒരു പദവിയിൽ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യങ്ങളൊന്നും ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. ഇത്തരമൊരു ആവശ്യം വന്നു എന്ന് കെ വി തോമസ് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളോട് നമ്മളോട് ഉൾപ്പെടെ ആ കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഇനിയും തുടരാനുള്ള ആഗ്രഹം കെ വി തോമസ് പല സമയങ്ങളിലായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് കെ വി തോമസിന്റെ മുന്നോട്ടുള്ള തീരുമാനം എന്നറിയില്ല. തമിഴ്നാട്ടിൽ നിന്നും അത്തരമൊരു കാര്യം കെ വി തോമസിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ വീണ്ടും തമിഴ്നാടിന് പ്രത്യേക പ്രതിനിധിയായിട്ട് തുടരും. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇപ്പോൾ UDF സർക്കാർ ഒരു ആവശ്യം വെക്കുകയാണെങ്കിൽ അതിനും കെ വി തോമസ് ഏതായാലും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ശരി തൗഫീഖ്.